KPCC വാക്കു പാലിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് NM വിജയന്റെ കടബാധ്യതകൾ മുഴുവൻ അടച്ചു തീർത്തിരിക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അദ്ദേഹത്തിൻ്റെ അർബൻ ബാങ്കിൽ ബാധ്യതയായി ഉണ്ടായിരുന്ന 63 ലക്ഷം രൂപയുടെ കടമാണ് അടച്ചു തീർത്തത്. അത് അടച്ചു തീർത്തതോടെ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള KPCCക്ക് ഇത് അഭിമാന നിമിഷമാണ്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് കുറേ നാളുകൾക്ക് മുമ്പേ തന്നെ KPCC അധ്യക്ഷൻ വയനാട്ടിൽ പോയി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനെ ഏതെല്ലാം തരത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്താനാകുമോ ആ തരത്തിലെല്ലാം വ്യാഖ്യാനങ്ങൾ നടന്നു എതിർ പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ പലതും പറഞ്ഞിട്ടും KPCC അവർ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാതെ പോയിട്ടില്ല. നേരത്തെ 20 ലക്ഷം രൂപ പണമായി കുടുംബത്തിന് നേരിട്ട് കോൺഗ്രസ് നൽകിയതുമാണ്. എന്നിട്ടും ഇത്രയും അധികം കടബാധ്യതയുള്ള ഒരു കുടുംബത്തെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം അത് വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു. എന്നിട്ടും കൈവിടാതെ കാത്തുസൂക്ഷിച്ച സ്വന്തം പാർട്ടി അവരുടെ അഭിമാന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ നൽകി ബാധ്യതയും തീർത്തിരുന്നു കോൺഗ്രസ്. കടമടച്ച് തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും എന്നൊരു പ്രഖ്യാപനവും നടത്തി. അത് എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ ഒരു വേദനയിൽ നിന്നും വന്ന ഒരു സംഭവമായിരുന്നു. സെപ്റ്റംബർ 30-നുള്ളിൽ തന്നെ അർബൻ ബാങ്കിലെ ബാധ്യത തീർക്കുമെന്നും അന്ന് KPCC പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ തീർത്തില്ലെങ്കിൽ ഒക്ടോബർ 2-ന് DCCക്ക് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു അവരുടെ മരുമകൾ എടുത്ത നിലപാട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട്ടിലെ മുൻ DCC ട്രഷറർ കൂടിയായ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അതിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞു നടന്നു. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തൻ്റെ തലയിലായി എന്നുമാണ് NM വിജയൻ ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ IC ബാലകൃഷ്ണൻ MLA, അതുപോലെ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, DCCയുടെ മുൻ ട്രഷറർ KK ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. അത് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാരാണോ ഈ പണം അപഹരിച്ചത് എന്ന് ചോദിച്ചാൽ അത് കേസെടുക്കുന്ന പിണറായി വിജയൻ്റെ പോലീസിന് എളുപ്പം കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ എളുപ്പം പ്രതി ചേർക്കാനും കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പകപോക്കൽ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ബാധ്യത മുഴുവൻ KPCC ഏറ്റെടുത്തത്. KPCC പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേരുകൾ പരാമർശിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. അതിനുശേഷം സിദ്ദിഖ് MLAയുടെ പേരിൽ ഒട്ടനവധി പ്രചാരണങ്ങൾ നടന്നു. പക്ഷേ എല്ലാ തരത്തിലും ആശുപത്രിയിലുമൊക്കെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് സിദ്ദിഖ് MLA നേരിട്ടിടപെട്ട് നടത്തിയ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചെലവുകൾ വഹിച്ച കഥയൊക്കെ അദ്ദേഹം വളരെ വികാരനിർഭരമായി കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഏതായാലും ഇനി കൂടുതൽ പറയാനില്ല. കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനായി ഒരു ജില്ലയിൽ ഏറ്റവും അധികകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി അവസാനം ജീവിത സായാഹ്നത്തിൽ വളരെ വിഷമത്തോട് സ്വന്തം ജീവനെടുത്തപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാർട്ടിക്കായില്ല. പാർട്ടി ആ വേദനയിൽ പങ്കുചേർന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം വീട്ടി എന്നുള്ളത് KPCCയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ അപൂർവമാണെന്ന് കാണാൻ കഴിയും. അങ്ങനെയാണ് മരിച്ചുപോയ ഒരു നേതാവിൻ്റെ എല്ലാ ബാധ്യതകളും അതിനുശേഷം തീർത്ത് KPCC അഭിമാന നിമിഷത്തിൽ തുടരുന്നത്.